ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം CPM-ഉമായുള്ള രാജ്യസഭാ സീറ്റിലെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ജോസ് കെ മാണി സംസാരിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം എന്താ? കേരള കോൺഗ്രസിനെ UDF-ൽ നിന്ന് പുറത്താക്കി അല്ലേ? അതാണല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ UDF കൺവീനർ ബെന്നി ബെഹ്നാൻ പറഞ്ഞ കേരള കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നത്. ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ ഒപ്പം നിന്നു. ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. അതിലൊരു മാറ്റമില്ല. ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും, പരാജയം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ മുന്നിൽ മാറ്റുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു മാധ്യമം ചില പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കി ചർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് അവർക്കെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അങ്ങനെ ചർച്ചകൾ നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ന്യൂസ് ആവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റീഡർഷിപ്പും അതുപോലെ വ്യൂവർഷിപ്പും കൂടുമായിരിക്കും. ചില കൗതുകങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല. അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല. അങ്ങനെ ആരുടെ അടുത്തും ഒരു മുന്നണിയുടെ അടുത്തും ഞങ്ങൾ പോയി നിന്നിട്ടുമില്ല. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ച് തന്നെയാണ്. അത് ഏതെങ്കിലും നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജയവും പരാജയവും ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ ജയിക്കും, ആരെങ്കിലും ഒരാൾ പരാജയപ്പെടും. അപ്പോൾ അതൊന്നും പറഞ്ഞപ്പോഴും മുന്നണി മാറുകയാണ്. അല്ലല്ലോ, ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു മാറ്റവും. മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് കേരള കോൺഗ്രസ് അല്ല, ഞാൻ കേരള കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ, അതിൻ്റെ അർഹതപ്പെട്ട കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് രാജ്യസഭ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് മറ്റേ മെസ്സേജുകളെല്ലാം ഉണ്ട്. കോട്ടയത്ത് പരാജയപ്പെട്ടതോടെ ശരിക്കും പാർലമെന്റിലേക്കുള്ള പ്രാതിനിധ്യം നിന്റെ പാർട്ടിക്ക് ഇല്ലാതാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൂടിയാണോ CPM? ഞങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട്. എത്രയോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങൾ. അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഒരു ധാരണയുണ്ടായിരുന്നു അങ്ങനെ? അല്ല, അത് ഒരു ചർച്ചയും അതിനകത്ത് ഉള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഇവിടെ അതിൻ്റെ പ്രധാനമായും കേരള സംസ്ഥാനത്ത് ഒരു ട്രെൻഡായിരുന്നു. ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഈ പറയുന്ന കോട്ടയത്ത് നിന്ന് മാത്രമല്ല, അപ്പം ഈ കോട്ടയം എടുത്താൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബലത്തിലാണോ അവർ ജയിച്ചത്? ഏതെങ്കിലും ഒരു മുന്നണിയുടെ ബലത്തിലാണോ ഇതെല്ലാം കൂടെ ജയിച്ചത്? അല്ല. സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല. അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചല്ല ജയിച്ചത്. അപ്പോൾ അത് ജയിച്ചു, ഞങ്ങളത് മാനിക്കുന്നു. അതിന് ഞാൻ പറഞ്ഞില്ല, ജയവും പരാജയവും ഉണ്ടാവും. ഇതൊക്കെ എല്ലാം അത് എത്രയോ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, ഞാനത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാവും. അത് ജനങ്ങളല്ല തീരുമാനിക്കും. ജനങ്ങളെ തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനത്തിനെ പൂർണ്ണമായിട്ട് മാനിക്കും. വരുന്ന സമയത്ത് UDF-ൽ ഉണ്ടായിരുന്ന പദവികൾ നിലനിർത്താമെന്ന് ധാരണയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പല ധാരണകളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു. എൻ്റെ വിശ്വാസം ഉചിതമായ തീരുമാനം CPM എടുക്കും. ഇന്നത്തെ ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ഡിസ്കഷൻ നടന്നു. അതെല്ലാം നമ്മൾ പുറത്ത് പറഞ്ഞു നടക്കുന്നത് ശരിയല്ല. ഒരു പദവി അങ്ങനെ ഇല്ലാതാനും അങ്ങനെ ആലോചിച്ചിട്ടുമില്ല, അങ്ങനെ ഒന്നും ഇല്ലതാനും. അല്ല, അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ചയില്ല. അതും ചില പൊളിറ്റിക്കൽ ഗോസിപ്പിന്റെ ഇടയ്ക്ക് വന്നു. ഏതാണ് വേറൊരു പദവി? രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയല്ലേ, അതിനകത്ത് വേറൊരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ. ഈ ആദ്യഘട്ട ചർച്ചയിൽ ഏതായാലും കേരള കോൺഗ്രസ് തൃപ്തരാണോ? അല്ല, ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ആലോചിക്കട്ടെ. തിങ്കളാഴ്ച LDF ഉണ്ട്. ആ LDF വരുമ്പോൾ ഞങ്ങൾ തീരുമാനം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, 5 ദിവസം. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ പൊളിറ്റിക്കൽ ഗോസിപ്പ് ശ്രദ്ധിച്ചോണം. അത് വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് വരുന്നു, കേരള കോൺഗ്രസ് പാർട്ടിയെ UDF-ൽ നിന്ന് പുറത്താക്കി അത് മാധ്യമങ്ങളുടെ മുമ്പ് രാജ്യസഭാ സീറ്റിലേക്ക് കേരള കോൺഗ്രസും CPI-യും അതേസമയം CPM-ഉം കണ്ണുവച്ച സാഹചര്യത്തിലാണ് ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നടക്കമുള്ള പ്രതികരണമാണ് ജോസ് കെ മാണിയിൽ നിന്ന് വരുന്നത്. പക്ഷേ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല.